നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഒമാനിൽ 192 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ മൊത്തം രോഗികളുടെ എണ്ണം 83,418. 165 പേർക്ക് കൂടി രോഗം ഭേദമായി. 77,977 പേരാണ് മൊത്തം രോഗമുക്തർ. 9 പേർ കൂടി മരണപ്പെട്ടതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 197 പേരാണ് ഇതുവരെ മരണപ്പെട്ടത്. 55 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 457 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 154 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. മസ്കറ്റ് ഗവർണറേറ്റിൽ 65 പേർക്കാണ് പുതുതായി COVID-19 സ്ഥിരീകരിച്ചത്. ഇതിൽ 20 പേർ സീബിലും 17 പേർ ബോഷറിലും 10 പേർ മസ്കറ്റിലുമാണ്. കുവൈറ്റിൽ 622 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതുവരെ 76,827 പേർക്കാണ് വൈറസ് ബാധിച്ചത്. തിങ്കളാഴ്ച 498 പേർ ഉൾപ്പെടെ 68,633 പേർ രോഗമുക്തി നേടി. ഒരാൾ കൂടി മരിച്ചതോടെ രാജ്യത്ത് കോവിഡ് മരണം 502 ആയിരിക്കുന്നു. ബാക്കി 7,692 പേരാണ് ചികിത്സയിലുള്ളത്. 109 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 4,334 പേർക്കാണ് പുതുതായി കോവിഡ് പരിശോധന നടത്തിയത്. സൗദി അറേബ്യയിൽ 1,227 പേരിൽ കൂടി ഞായറാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചു. 2,466 പേരാണ് രോഗമുക്തി നേടിയത്. 39 പേർ രോഗം ബാധിച്ച് മരിച്ചു. ആകെ മരണം 3,408. ആകെ രോഗബാധിതർ 2,98,542. ഇതിൽ 2,66,953 പേർ രോഗമുക്തരായിരിക്കുന്നു. നിലവിൽ ചികിത്സയിലുള്ളത് 28,181. ഇവരിൽ 1,774 പേരുടെ നില ഗുരുതരമാണ്. ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് 3 പേർ കൂടി മരിച്ചു. 2 പ്രവാസികളും ഒരു സ്വദേശിയുമാണ് മരിച്ചത്. ഇതോടെ രാജ്യത്ത് മരണസംഖ്യ 173 ആയിരിക്കുന്നു. പുതുതായി 405 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇവരിൽ 160 പേർ പ്രവാസികളാണ്. 241 പേർക്ക് സമ്പർക്കത്തിലൂടെയും 4 പേർക്ക് യാത്രയിലൂടെയുമാണ് രോഗം പകർന്നത്. 322 പേർ സുഖം പ്രാപിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ രാജ്യത്ത് രോഗമുക്തി നേടിയവരുടെ എണ്ണം 43,128 ഉയർന്നിരിക്കുന്നു. UAE-യിൽ നിന്ന് അബുദാബി, ഷാർജ രാജ്യാന്തര വിമാനത്താവളങ്ങൾ വഴി ഇന്ത്യയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൽ പോകുന്ന പ്രവാസികൾ COVID-19 നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാകണമെന്ന് അധികൃതർ അറിയിച്ചു. അബുദാബി വിമാനത്താവളത്തിലൂടെ പോകുന്നവർ 96 മണിക്കൂറിനുള്ളിലെ റിപ്പോർട്ടുകൾ, ഷാർജയിലൂടെ പോകുന്നവർ 48 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ടുകൾ ഹാജരാക്കേണ്ടതാണ്. വിസ നിയമം ലംഘിച്ച് UAE-യിൽ തങ്ങുന്ന പ്രവാസികൾക്ക് പിഴയില്ലാതെ മടങ്ങാൻ നവംബർ 17 വരെ സമയം അനുവദിച്ച് വിസ നിയമം ലംഘിച്ച് UAE-യിൽ തങ്ങുന്ന പ്രവാസികൾക്ക് പിഴയില്ലാതെ മടങ്ങാൻ നവംബർ 17 വരെ സമയം അനുവദിച്ച് UAE. വിസ പിഴവുള്ളവർക്ക് പിഴ അടയ്ക്കാതെ രാജ്യം വിടാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 17 അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് UAE ഫെഡറൽ അതോറിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ഡയറക്ടർ ജനറൽ സയ്യിദ് റഖൻ അൽ റാഷിദ് തീരുമാനം പ്രഖ്യാപിച്ചത്. മാർച്ച് 1 മുൻപ് വിസ കാലാവധി അവസാനിക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. വിസ കാലാവധി കഴിഞ്ഞിട്ടും കേസ് ഉള്ളതിനാലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതിനാലും നാട്ടിൽ പോകാൻ കഴിയാതെ UAE-യിൽ തങ്ങുന്ന പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന തീരുമാനമാണിത്. ഓഗസ്റ്റ് 31 ശേഷം വിസ കാലാവധി നീട്ടി നൽകില്ലെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു. നേരത്തെ 2 ഘട്ടങ്ങളിലായി മാർച്ച് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ സ്വാഭാവിക എക്സ്റ്റൻഷൻ നൽകിയിരുന്നു. 4,50,000 വിദേശികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു. സന്ദർശക വിസയും ജോലി വിസയും ഉൾപ്പെടെ കാലാവധി കഴിയുന്ന എല്ലാ വിസകൾക്കും പ്രത്യേക അപേക്ഷ നൽകാതെ സ്വാഭാവിക എക്സ്റ്റൻഷൻ ലഭിക്കുകയായിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ വിമാന സർവീസ് ഇല്ലാതെ ഇവിടെ കുടുങ്ങിയ നിരവധി പേർക്ക് ഇത് ആശ്വാസമായിരുന്നു. ഖത്തറിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ജൂണിൽ രാജ്യത്ത് ഗതാഗത നിയമലംഘനങ്ങളുടെ എണ്ണത്തിൽ 41.1% കുറവെന്ന് പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റിയുടെ റിപ്പോർട്ട്. അതേസമയം 2020 മെയ് അപേക്ഷിച്ച് ജൂണിൽ ഗതാഗത നിയമലംഘനങ്ങളിൽ 140.1% വർധനവുണ്ടായി. മെയ്യിൽ 41,421 നിയമലംഘനങ്ങളിൽ ജൂണിൽ 99,450 വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ 2019 ജൂണിൽ എണ്ണം 1,77,896 ആയിരുന്നു. രേഖപ്പെടുത്തിയ ഗതാഗത നിയമലംഘനങ്ങളിൽ 61% അമിതവേഗം കാരണമായിരുന്നു. ഷാർജ അന്താരാഷ്ട്ര വിമാനത്താവളം GCC-യിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വിമാനത്താവളമായി മാറിയിരിക്കുന്നു. ലെവൽ 3+ ന്യൂട്രാലിറ്റി അക്രഡിറ്റേഷൻ നേടുന്ന മിഡിൽ ഈസ്റ്റിലെ 2ാമത്തെ വിമാനത്താവളം എന്ന ഖ്യാതിയും ഷാർജ സ്വന്തമാക്കി. ഒരു വർഷം മുഴുവൻ
നെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഉദ്ഗമനം പൂജ്യമാകുമ്പോൾ എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ നൽകുന്ന ബഹുമതിയാണിത്. പരിസ്ഥിതിക്കിണങ്ങുന്ന ഊർജ്ജ സംവിധാനങ്ങളും വിമാനത്താവള മേഖലയുടെ ഹരിതവൽക്കരണവുമാണ് ഈ നേട്ടത്തിലേക്ക് എത്തിച്ചതെന്ന് എയർപോർട്ട് അതോറിറ്റി ചെയർമാൻ അലി സലീം അൽ മിത്ത പറയുന്നു. കർശന നിയന്ത്രണങ്ങളോടെ അബുദാബി വാണിജ്യ കേന്ദ്രങ്ങളിലെ സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ നീക്കം. മുൻകരുതൽ നടപടികൾ പാലിച്ചാൽ ഷോപ്പിംഗ് മാളുകളിലെ സിനിമാ തിയേറ്ററുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ അംഗീകാരം നൽകുമെന്ന് അബുദാബി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അറിയിച്ചിരിക്കുന്നു. 30% ശേഷിയിൽ ജനങ്ങളെ പ്രവേശിപ്പിച്ച് പ്രവർത്തനം പുനരാരംഭിക്കാനും സർക്കുലർ നിർദ്ദേശിക്കുന്നു. അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ കമ്മിറ്റിയുടെ ഏകോപിപ്പിച്ചാണ് തിയേറ്ററുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കുക. നിയമലംഘനം കണ്ടെത്തിയാൽ പിഴ ചുമത്തുകയും ചെയ്യും. അബുദാബി എമിറേറ്റിൽ 19 സിനിമാ തിയേറ്ററുകളാണ് നിലവിലുള്ളത്. 12 അബുദാബി നഗരത്തിലും 6 അൽ ഐൻ നഗരത്തിലും 1 അൽദഫ്ര മേഖലയിലുമാണ്. ഒമാനിൽ കൂടുതൽ വാണിജ്യ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തിങ്കളാഴ്ച നടന്ന സുപ്രീം കമ്മിറ്റി യോഗം അനുമതി നൽകി. 5ാം ഘട്ട പട്ടികയാണ് പുറത്തിറക്കിയത്. ഈ വിഭാഗത്തിലെ സ്ഥാപനങ്ങൾക്ക് ആരോഗ്യ സുരക്ഷാ മുൻകരുതൽ നടപടികൾ പാലിച്ച് ചൊവ്വാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കാം. മത്ര സുഗിനകത്തെ കടകൾക്ക് പ്രവർത്തനാനുമതി നൽകിയതാണ് തീരുമാനത്തിൽ പ്രധാനം. കോവിഡ് വ്യാപനത്തെ തുടർന്നുള്ള മുൻകരുതൽ നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് 18 മുതൽ സൂഗ് അടഞ്ഞുകിടക്കുകയായിരുന്നു. 4 ഘട്ടങ്ങളിലായി വിവിധ ഭാഗങ്ങളിലെ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിരുന്നുവെങ്കിലും കോവിഡ് വ്യാപന സാധ്യത മുൻനിർത്തി മത്ര സൂഖിന് പ്രവർത്തനാനുമതി നൽകിയിരുന്നില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.